മന്ത്രി വി ശിവൻകുട്ടിക്കെതിരായ പ്രതിപക്ഷ നേതാവിന്റെ അധിക്ഷേപ പരാമർശം സഭയിൽ ഉയർത്തി ഭരണപക്ഷം. വി.ഡി. സതീശനെതിരെ നടപടി ആവശ്യപ്പെട്ട് വി ജോയ് എം.എൽ.എ അവകാശ ലംഘന നോട്ടീസ് നൽകി. വി.ഡി. സതീശനോ പ്രതിപക്ഷ അംഗങ്ങളോ ഇതുവരെ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയിലും പയ്യന്നൂരിലെ ഫണ്ട് തട്ടിപ്പിലും നിയമസഭയിൽ ഇതുവരെ പ്രതിരോധത്തിലായിരുന്ന ഭരണപക്ഷത്തിന്റെ കടന്നാക്രമണമാണ് ഇന്ന് കണ്ടത്. സഭ തുടങ്ങിയ ഉടൻ തന്നെ പി ചിത്തരഞ്ജൻ എം.എൽ.എ ആണ് ശിവൻകുട്ടിക്കെതിരായ സതീശന്റെ അധിക്ഷേപ പരാമർശം ഉന്നയിച്ചത്. ചോദ്യോത്തര വേളയിലല്ല വിഷയം ഉന്നയിക്കേണ്ടതെന്ന് എം.എൽ.എക്ക് സ്പീക്കറുടെ താക്കീത്. ചോദ്യത്തിന്റെ സമയം അങ്ങനെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയെ നേരെ നടന്നിട്ടുള്ള അധിക്ഷേപത്തെ സംബന്ധിച്ച് ഒരു വാക്ക് പറയാൻ അതുകൊണ്ടാണ് സാർ ചോദ്യകർത്താവ് ചോദിക്കുമോ ചെയറിനോട് കുറച്ച് പൊളൈറ്റ്നസ് ഒക്കെ ആവാം. നേമത്തെ ബി.ജെ.പിയുടെ അക്കൗണ്ട് പൂട്ടിച്ച ആളാണ് ശിവൻകുട്ടിയെന്നും മുണ്ട് മടക്കിയാൽ കാണുന്നത് നല്ല വസ്ത്രമാണെന്നും എച്ച് സലാം എം.എൽ.എ. ശ്രീ വി ശിവൻകുട്ടി ഇന്നലെ ഇവിടേക്ക് ഓട് പൊളിച്ച് ഇറങ്ങി വന്ന് മന്ത്രിയായ ഒരാളാണോ? അദ്ദേഹം വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം മുതലേ സംഘപരിവാറിനോട് പൊരുതി ഈ പ്രായത്തിലും നിമിഷത്തിലും ഏറ്റവും ശക്തമായി പൊരുതി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് സഖാവ് വി ശിവൻകുട്ടി. മുണ്ടുമടക്ക് കുത്തിയാൽ സഖാവ് ശിവൻകുട്ടിയുടെ കാണുന്ന വസ്ത്രം നല്ല വസ്ത്രമാണ്. പക്ഷേ പ്രതിപക്ഷ നേതാവിൻ്റെ മുണ്ടഴിഞ്ഞു പോയാൽ കാണുന്ന വസ്ത്രം RSSന്റെ കളസമായിരിക്കുമെന്ന കാര്യം നിങ്ങൾ മറന്നുപോകരുത്. ഒരു പ്രതിപക്ഷ നേതാവും ഇതുവരെ നടത്താത്ത പരാമർശമാണ് സതീശൻ നടത്തിയതെന്ന് അവകാശ ലംഘന നോട്ടീസ് നൽകിയ വി ജോയ് പറഞ്ഞു. സതീശൻ നടത്തിയ പരാമർശം എത്തിക്സ് കമ്മിറ്റി പരിശോധിക്കണമെന്നും വി ജോയ് ആവശ്യപ്പെട്ടു. എത്തിക്സ് കമ്മിറ്റിയും പ്രിവിലേജ് കമ്മിറ്റിയും ഈ കാര്യത്തിൽ അടിയന്തരമായിട്ട് ഇടപെട്ട് അദ്ദേഹത്തിന്റെ ഈ ഏറ്റവും മോശപ്പെട്ട പദപ്രയോഗം ഒരിക്കലും ഇനി സമൂഹത്തിൽ ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കപ്പെടേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ സഭ ബഹിഷ്കരിച്ചിറങ്ങിപ്പോയ പ്രതിപക്ഷം ഇന്ന് നടപടികളോട് സഹകരിക്കുകയാണ്. എന്നാൽ അധിക്ഷേപ പരാമർശത്തിൽ പ്രതിപക്ഷ നേതാവോ അംഗങ്ങളോ സഭയിൽ പ്രതികരിച്ചില്ല. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.